പോകണം. ഇടുക്കിയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. ഇടുക്കിയിലെ ഒരു കൊലപാതകത്തിന്റെ വാർത്തയായിരുന്നു. ബിജു ജോസഫ് കൊലക്കേസിൽ കൊട്ടേഷൻ ഏറ്റെടുത്ത മുഹമ്മദ് അസ്ലാം ലഹരി വ്യാപാര സംഘത്തിലെ പ്രധാന കണ്ണിയാണ് എന്ന വിവരം വരുന്നു. ഇയാളെ 14 കിലോ കഞ്ചാവുമായി മുമ്പ് വാരാപ്പുഴ പോലീസ് പിടികൂടിയിരുന്നു. സംഘം ഒരാഴ്ച ഇടുക്കിയിൽ താമസിച്ചാണ് കൊലപാതക പദ്ധതി തയ്യാറാക്കിയത്. നമുക്ക് സന്ദീപ് രാജാക്കാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. സന്ദീപ് രാജാക്കാട്, എന്താണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ഈ അസ്ലാം ഒരു വലിയ ലഹരി മാഫിയയുടെ സംഘമായിരുന്നു, അല്ലെങ്കിൽ റാക്കറ്റിന്റെ കണ്ണിയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അത്തരത്തിൽ തന്നെയാണ് ഈ മുഹമ്മദ് അസ്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ലഹരി മാഫിയയിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണി തന്നെയാണ് മുഹമ്മദ് അസ്ലാം എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് 14 കിലോ കഞ്ചാവുമായി വരാപ്പുഴ പോലീസ് ഇയാളെ മുമ്പ് പിടികൂടുകയും ആ കേസ് ഇപ്പോൾ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. മാത്രവുമല്ല, ഈ ലഹരി മാഫിയയുമായിട്ടുള്ള ഇയാളുടെ ബന്ധങ്ങളെ സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ വിശദമായി അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കൊട്ടേഷൻ സംഘവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച കാലമായി ഇവർ ഇടുക്കിയിൽ തങ്ങിയിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അത്തരത്തിലാണ്, അതായത് വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു കൊലപാതകം എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഈ ഒരു കാര്യത്തിൽ. കാരണം ഒരാഴ്ചയോളം ഇവിടെ തങ്ങുന്നതിനോടൊപ്പം തന്നെ ബിജു വീട്ടിലേക്ക് വരുന്നതും പോകുന്നതും ബിജു എവിടെയൊക്കെയാണ് പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ കൃത്യമായി നിരീക്ഷിച്ചു. ഇതിനു മുമ്പ് 2 തവണ ഈ ബിജുവിനെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ സംഘം പരിശ്രമിച്ചു എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ജോമോൻ എന്ന് പറയുന്ന ഈ കൊട്ടേഷൻ നൽകിയ ആളും ഈ ബിജുവിൻ്റെ സുഹൃത്ത് അദ്ദേഹവും കൂടെയുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒടുവിൽ തട്ടിക്കൊണ്ടു പോകുമ്പോഴും ഈ ബിജുവിനെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്തും വാഹനം ഓടിച്ചിരുന്നത് ജോമോനാണ് എന്നുള്ള വിവരവും പോലീസിന് ഈ പ്രതികൾ തന്നെ മൊഴിയായി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ലഹരി മാഫിയയുമായിട്ടുള്ള ബന്ധം, ഒപ്പം തന്നെ കൊട്ടേഷൻ സംഘത്തിലെ ആളുകളുമായിട്ടുള്ള അടുത്ത ബന്ധം, ഇതൊക്കെയാണ് ഇതിലെ ഏറ്റവും നിർണായകമായി മാറിയിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഇല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ആത്മബന്ധം എങ്ങനെ ഉണ്ടായി എന്നതടക്കം പോലീസ് അന്വേഷിച്ചു എന്നുള്ളതാണ്. ഈ ജോബിൻ എന്ന് പറയപ്പെടുന്ന ആളുമായി ബന്ധപ്പെട്ടാണ് ഈ 2 പേരെ, മുഹമ്മദ് അസ്ലാമിനെയും അതുപോലെ തന്നെ ആഷിഖിനെയും. സന്ദീപ് രാജാക്കാട്, വീണ്ടും മറ്റൊരു കൊലപാതകത്തിന്റെ വാർത്തയാണ്. അതിനു പിന്നിലും ലഹരിയുടെ സാന്നിധ്യമാണ് എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നു. സന്ദീപ് രാജാക്കാടാണ് ആ വിവരങ്ങൾ നൽകിയത്. അസ്ലാം എന്ന് പറയുന്ന ഒരാളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തി നമ്മുടെ നാട്ടിൽ ലഹരി വ്യാപനം നടത്തുന്ന സംഘത്തിൽപ്പെട്ടവർ ക്രിമിനൽ സംഘത്തിന്റെ കണ്ണിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്ന വിവരവും.